ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഒന്ന് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ ഈ പരിപാടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് പൊതുവെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു തുടക്കമാണ്. ഇന്ന് കാര്യമായിട്ട് കണ്ടന്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഒരു തുടക്കം മാത്രമാണ്. മുടങ്ങിപ്പോയ പരിപാടികൾ പുനരാരംഭിക്കുക എന്നുള്ള ആ ഒരു പരിപാടി മാത്രമാണ് ഇന്ന് ചെയ്യുന്നത്. നാളെ മുതൽ കൂടുതൽ കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ട് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം. ഇന്ന് 2025 ഫെബ്രുവരി 20 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്ക്ലെയിമർ ഞാൻ ആദ്യമേ പറയാം. കാരണം 2-3 ടെലിഗ്രാം ഗ്രൂപ്പുകൾ എൻ്റെ പേരിലും നമ്മുടെ ചാനലിൻ്റെ പേരിലൊക്കെ ഓടുന്നുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ഫോറക്സ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കാശ് കളക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഒരു പരിപാടി, ആരുടെയും കാശ് വാങ്ങിച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കാശ് എൻ്റെ പേരിൽ ചോദിക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിൻ്റെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കാണാൻ സാധിക്കും. അതിൽ നേരിട്ട് വിളിക്കുക, എന്നിട്ട് ചോദിക്കുക എന്താണ് പരിപാടി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നമ്പർ അല്ലാതെ വേറെ എവിടെയും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ നമ്പറില്ല. ഇത് തന്നെയാണ്. ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരിപാടി എനിക്കുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ നിങ്ങളോട് തുറന്ന് പറയും. ബാക്ക് എൻഡിലൂടെ ആരും അറിയാതെ ഒരു പരിപാടി ചെയ്യുന്നൊരു ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ ഗ്രൂപ്പിൽ നിന്ന് ഇൻവിറ്റേഷനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ നേരിട്ട് എന്നോട് വെരിഫൈ ചെയ്യണം. അതുപോലെ അതൊരിക്കലും അങ്ങനെ ഒരു പരിപാടി ഞാൻ ഈ ചാനലിലൂടെ പറയാതെ മറ്റൊരു പരിപാടി ഞാൻ ചെയ്യേയില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും എന്താ പറയുക, ഇനാം ഹോൾഡിങ്സിൽ അവരുടെ ഡയറക്ടർ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് നിഫ്റ്റിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ 8 വർഷം തുടർച്ചയായിട്ട് ഒരിക്കലും പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തിട്ടില്ല. 8 വർഷത്തിൻ്റെ ഇടയിൽ 1 വർഷം നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ വർഷം 2025 ഒരു നഷ്ടത്തിനുള്ള കാലം ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അത് ഉറപ്പിക്കാനല്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്കും ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റേതായ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. എല്ലാം ഓൺലൈനിൽ നിന്ന് കളക്ട് ചെയ്തിട്ട്, അതായത് എവിടെയൊക്കെ സോഴ്സ് ഉണ്ടോ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ അത് ക്രോഡീകരിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി. ദെൻ അടുത്തൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ സെറോദ. അതായത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. സെറോദ എന്നൊരു കമ്പനി സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. അവർ ബ്രോക്കർ സർവീസ് കൊടുക്കുന്നതാണ്. പക്ഷെ അവരുടെ കമ്പനി ഇത്രയൊക്കെ ആസ്തി ഉണ്ടായിട്ടും ഇന്ന് വരെയും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. 2 കമ്പനികളാണുള്ളത്. ഒന്ന് സോഹോ കോർപ്പറേഷൻ, അതിനെക്കുറിച്ച് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷേ സെറോദ നമ്മളൊക്കെ ഇടപാട് നടത്തുന്ന ഒരു കമ്പനിയാണ്. അവർ ഇന്ന് വരെയും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അവർ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വരുമാനമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. നമ്മളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് സർവീസ് തരുന്ന ആൾക്കാർ അവർ ആക്റ്റീവായിട്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷേ അതൊരു വലിയൊരു പ്രശ്നമൊന്നുമല്ല. കാരണം ഇന്ത്യയിൽ അങ്ങനെ വർക്ക് ചെയ്യാൻ അവർക്ക് അനുമതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ച് കുഴപ്പമില്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാത്ത ഏറ്റവും ആസ്തിയുള്ള 2 കമ്പനികളിൽ ഒന്നായിട്ട് സെറോദ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ദെൻ ഇന്നലെ IT സ്റ്റോക്കുകളിൽ നല്ല രീതിയിലുള്ളൊരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. ട്രംപിൻ്റെ, കാരണം മെയിനായിട്ട് പുറത്തുനിന്നുള്ള വരുമാനമാണ് IT സെക്ടറിലേക്ക് വരുന്നത്. അപ്പോൾ ട്രംപിൻ്റെ താരിഫ് ഇപ്പോൾ ഒരു ഭയങ്കര ഒരു വിഷയമായിട്ടുണ്ട്. ഓരോ രാജ്യങ്ങൾക്ക് അനുസരിച്ച് അവർ താരിഫ് നിശ്ചയിക്കുകയാണ്, അല്ലെങ്കിൽ നികുതി ചുമത്തുകയാണ് ചെയ്യുന്നത്. അവിടത്തേക്ക് കയറ്റി അയക്കപ്പെടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ US ഇമ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾക്ക് അവർ പ്രത്യേകം ഓരോ രാജ്യത്തിൻ്റെ ഇതനുസരിച്ച് നികുതി ചുമത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ട്രംപിൻ്റെ താരിഫ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ചൈനയ്ക്കാണെങ്കിൽ അത് 5% മാത്രമേ ബാധിക്കുള്ളൂ. പക്ഷേ ഇന്ത്യക്ക് 16% ബാധിക്കും. 50% ബാധിക്കുന്ന കമ്പനികളുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ US ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന രാജ്യങ്ങളുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 16% ഇത് ഈ ഒരു നികുതി ഭാരം കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നം. സോ അതേപോലെ തന്നെ അടുത്ത ഇന്ത്യൻ സ്റ്റൈൽ മാർക്കറ്റിലും ഒരു പ്രശ്നം വരാൻ, അതായത് സ്റ്റീൽ മാർക്കറ്റിൽ ഒരു ഇടിവ് വരാൻ സാധ്യതയുണ്ട്. കാരണം US കയറ്റി അയക്കുമ്പോൾ ഇത്രയും ടാക്സ് വരുമ്പോൾ അതിനകത്തനുസരിച്ച് വരുമാനത്തിൽ കുറവുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് നമ്മൾ ഓരോരുത്തരും എന്നെ കേൾക്കുന്ന ഒത്തിരി പേരിൽ ഈ ആൾക്കാരുണ്ടാകും. കാരണം കോവിഡ് കാലത്ത് ജനനമെടുത്ത ട്രേഡേഴ്സ്, അവർ ഫിസിക്കലി ജനിച്ച അവസ്ഥയല്ല ഞാൻ പറയുന്നത്, ട്രേഡിങ്ങിലേക്ക് കോവിഡ് കാലത്ത് കടന്നു വന്ന ആൾക്കാർ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന
എന്താ പറയുക, ഒരു കൺസോൾട്ടേഷനിലാണ് പോയിക്കൊണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം സ്റ്റോക്കിലൊന്നും പ്രോഫിറ്റ് കിട്ടാതെ ഇങ്ങനെ ഒരു ഇതിലാണ് പോയിക്കൊണ്ട്. ഈ ഒരു സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും കോവിഡ് കാലത്തുണ്ടായിരുന്ന കൊറോണ റിക്കവറി എന്ന് നമ്മൾ പറയുന്ന ആ സമയത്ത് ഉണ്ടായിരുന്നത് നല്ല പ്രോഫിറ്റാണ്. ആ സമയത്ത് മാർക്കറ്റിൽ വന്നവർക്ക് ഇപ്പോൾ ഉള്ള മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ കണ്ടാൽ സഹിക്കാൻ പറ്റില്ല. അവർക്ക് ഭയങ്കരമായിട്ട് ലോസ് വരും. കാരണം അവർ പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജാണ്. അപ്പോൾ അത്തരം പ്രോഫിറ്റുകൾ, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോഫിറ്റുകൾ പ്രതീക്ഷിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ഈ കാലത്ത് നല്ല രീതിയിൽ നഷ്ടമുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം, CDSLൻ്റെ റവന്യൂവിലൊരു ഡിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ CDSL അറിയാം, നമ്മുടെയൊക്കെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ ഒന്നുകിൽ അവരുടെ അടുത്തുനിന്ന് മറ്റൊരു പാർട്ടിസിപ്പൻറ്റിൻ്റെ കയ്യിലേക്ക് ബിസിനസ് മാറിയതായിരിക്കാം, അല്ലെങ്കിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞതായിരിക്കാം. ഈ രണ്ട് കാരണങ്ങളും കൊണ്ടുവരാം. അപ്പോൾ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് അത്രയൊക്കെയാണ്. ഇനി മറ്റ് പോയിന്റുകളിലേക്ക് പോവുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഗ്രീനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് റെഡിലാണ്, ഏഷ്യൻ മാർക്കറ്റും റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ, ഗിഫ്റ്റ് നിഫ്റ്റി 22,873 76 പോയിന്റ് താഴെയാണ്. ഓപ്പണായ സ്ഥലത്ത് നിന്ന് 76 പോയിന്റ് താഴെയാണ് ഇപ്പോൾ പോയി നിൽക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് എങ്ങനെ വരും എന്നുള്ളത് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. ദെൻ ഗോൾഡ് നോക്കുകയാണെങ്കിൽ $2,940 ആയിട്ടുണ്ട്. പ്രൈസ് കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് സ്വർണത്തിൻ്റെത്. അതുപോലെ ഇന്ത്യൻ രൂപയും എന്താ പറയുക, അല്പം മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 86 രൂപ 95 ഒരു $1 ഇന്നത്തെ റേറ്റ്. ദെൻ ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ, USA FOMC മിനിറ്റ്സ്, USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ഓസ്ട്രേലിയ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ചൈന ലോൺ പ്രൈം റേറ്റ്. ഇത്രയും മേജർ ഈവൻറ്റ്സ് ആണ് ലിസ്റ്റ് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഈവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ചാനലിൽ താഴെ കമൻറ്റ് ചെയ്താൽ അതൊക്കെ ഞാൻ കളക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ തുടക്കത്തിലുണ്ട്, അതിലും ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഡാറ്റ കൂടി ഞാൻ ഷെയർ ചെയ്യാം. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളിൽ നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ള കമ്പനികളൊന്നുമില്ല. CIE ഓട്ടോമോട്ടീവ്, ഇതൊരു പെനി സ്റ്റോക്കാണെന്ന് തോന്നുന്നു. ഹിന്ദുസ്ഥാൻ അധേസീവ്സ്, ഇങ്ങനെ 2 കമ്പനികളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ ഇന്ന് FNO ബാനിൽ വന്നിരിക്കുന്നത് മണപ്പുറം ഫിനാൻസ് ആണ്. ആ ഒരു കമ്പനിയാണ്. അവരുടെ മാർക്കറ്റ് വൈഡ് 95% മാർക്കറ്റ് വൈഡ് ഡെലിവറി ആയിക്കഴിഞ്ഞാൽ, അതായത് സ്റ്റോക്കുകൾ, ഇപ്പം മൊത്തമുള്ള സ്റ്റോക്കുകളുടെ 95% കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 5% ബാക്കി ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് ഓപ്ഷൻ ട്രേഡിങ് അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഈ FNO ബാൻ വരുന്നത്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ, ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. 1881 കോടിയുടെ സെല്ലിംഗ് ആണ് അവർ ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1957 കോടിയുടെ ബൈങ് നടത്തി. മൊത്തത്തിൽ എന്താണ് സംഭവിച്ചത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ 76 കോടിയുടെ ഒരു നിക്ഷേപം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതായിട്ട് തന്നെയാണ് കാണുന്നത്. സെക്ടറൽ പെർഫോമൻസ് ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ, ഓട്ടോ സെക്ടർ നെഗറ്റീവാണ്, ദെൻ FMCG നെഗറ്റീവാണ്, IT നെഗറ്റീവാണ്, ഫാർമ നെഗറ്റീവായിരുന്നു. ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഒട്ടുമിക്ക കൂടുതലും മെജോറിറ്റി ഓഫ് ഇൻഡെക്സുകൾ ഇന്നലെ സെക്ടറൽ ഇൻഡെക്സുകൾ പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ എന്താ പറയുക, ETF ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു. ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിഫ്റ്റി ബീസ് ഇന്നലെ 0.13% ഡൗൺ ആയി. ബാങ്ക് ബീസ് ഗ്രീനിലാണ് അവസാനിച്ചത്. ഫാർമ ബീസ് റെഡിലാണ്. ഗോൾഡ് ബീസ് 1.61%. സ്വർണത്തിൻ്റെ വില ഇന്നലെ വീണ്ടും കയറി. ഗോൾഡ് ബീസും നിഫ്റ്റി ബീസും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു പരിപാടിയാണ്. ഓട്ടോ ബീസ്, IT ബീസ്, ഇത്രയും സെക്ടറുകളാണ് നെഗറ്റീവിൽ അവസാനിച്ചത്. അതായത് നിഫ്റ്റി ബീസ്, ഫാർമ ബീസ്, ഓട്ടോ ബീസ്, IT ബീസ്, ഇത്രയും സെക്ടറുകളാണ്. ബാങ്ക് ബീസും ഗോൾഡ് ബീസും ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ദെൻ നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 22,945 98 പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് ഇന്നലെ കിട്ടിയത്. അതായത് 0.43%. ദെൻ ഈ ആഴ്ചയിൽ കറണ്ട് വീക്കിൽ 135 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇതുവരെയായിട്ടുള്ളത്. ഇത് ശരിക്കും നെഗറ്റീവിലായിരുന്നുണ്ടായിരുന്നത്. ഇന്നലത്തെ ഒരു മൂവ്മെൻറ്റോടുകൂടി കയറി വന്നതാണ്. ഈ മാസം നോക്കുകയാണെങ്കിൽ 351 പോയിന്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ട് വാല്യൂസ്, അതായത് ഈ മന്ത്ലി വാല്യൂ കറക്റ്റ് ആകണം എന്നില്ല. കാരണം ഇന്നലെ മിനിഞ്ഞാന്ന് കുറച്ച് ദിവസത്തെ ഡാറ്റ വെച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. സോ അതിനകത്തൊരു ഡിഫറൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി ഇന്നലെ 0.39% മുന്നേറ്റം ഉണ്ടാക്കി. എല്ലാ ഇൻഡെക്സുകളും കയറി പോവുകയാണ്. ഇത് സെൻസെക്സ് 0.24, ഫിൻ നിഫ്റ്റി 0.36%, മിഡ് ക്യാപ്പ് 0.63%, ബാങ്ക് എക്സ് 0.2%. ഇത്രയാണ് ഇന്നലത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടായത്. ദെൻ ഇന്നത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, നിഫ്റ്റിയുടെ PCR 0.7 ആണ്. ഇത് ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ
ന്യൂട്രൽ മൂവ്മെന്റ് ആണ്, സൈഡ് വൈസ് പോകാൻ സാധ്യത കൂടുതലാണ്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ 23,000-ൽ 1,30,00,000 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് സൈഡിൽ 22,500-ൽ 1,25,00,000 വന്നിട്ടുള്ളത്. വിക്സ് ഇന്ത്യ ഇതൊക്കെ ഇന്നത്തേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഡാറ്റയാണ്. ഇന്ത്യ വിക്സ് വന്നിരിക്കുന്നത് 15.67, 14 ഉണ്ടായിരുന്നത്, കയറി വന്നതാണ്. ദെൻ സ്പോട്ട് പ്രൈസ് ഉള്ളത് 22,945-ൽ. CPR ഇന്ന് വരുന്നത് നാരോ CPR ആണ് 22,941, 37, 32. ദെൻ നോട്രേറ്റ് സോൺ വരുന്നത് 22,926, 903 ആണ്. 23 പോയിന്റിന്റെ ഒരു ഗ്യാപ്പിലുള്ള ഒരു നോട്രേറ്റ് സോൺ ആണ്. ഇന്നത്തെ മാർക്കറ്റ് പ്രോപ്പർലി ഒരു നോർമൽ മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് 23,132 ഹൈ കാണാൻ പറ്റും, അല്ലെങ്കിൽ 22,759 ലോ കാണാൻ പറ്റും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഇന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ന്യൂസുകളും മറ്റ് വിശേഷങ്ങളും. ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ റിമൂവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ അറിയിക്കുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ഇതിനകത്ത് കണ്ടന്റ് ആഡ് ചെയ്യുന്നത്. കൂടാതെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്താ പറയുക, മുമ്പത്തെ പോലെയൊന്നും ഇപ്പോൾ ഇനി ആർക്കും ഒരു ചാനൽ കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ എന്താ പറയുക, ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതാനും ഡാറ്റകൾ മാത്രമേ ഷെയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ഉറപ്പാക്കുക. ദെൻ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.